ഹലോ ഗൈസ്, രാവിലെ തന്നെ കുറച്ച് സാവകാശത്തിലൊക്കെയാണ് കേട്ടോ ഇന്ന് റെഡി ആയിട്ടുള്ളത്. ഇന്ന് ആൻഡമാനിലെത്തിയിട്ട് 7ാമത്തെ ദിവസമാണ്. പാക്കൊക്കെ ചെയ്ത് നമ്മൾ ഇന്ന് ഉച്ചയാകുമ്പോഴേക്കും ഇവിടുന്ന് തിരിച്ച് ചെന്നൈയിലേക്ക് പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് കാണാൻ ആകെ ഒരു സ്ഥലമുള്ളൂ. പോർട്ട് ബ്ലെയറിൽ തന്നെയുള്ള ചാത്തം സോമിലാണ് ഇന്ന് കാണാനുള്ളത്. അങ്ങോട്ടേക്ക് പോകുന്നതിന് മുന്നേ ഏതെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറിയതാണ്. രാവിലെ തന്നെ അങ്ങനെ ഇഡലിയും സാമ്പാറും ചട്നി കോഫിയൊക്കെ കഴിച്ച് വയറ് സെറ്റാക്കി. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോർട്ട് ബ്ലെയറിലുള്ള ചാത്തം ദ്വീപിലുള്ള ചാത്തം സോമിൽ കാണാനായിട്ടാണ് പോകുന്നത്. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു മില്ലാണ് ചാത്തം സോമിൽ എന്ന് പറയുന്നത്. പോർട്ട് ബ്ലെയറിൽ നിന്നും 11 കിലോമീറ്റർ ദൂരം മാത്രമായിട്ടാണ് ഈ ചാത്തം സോമിൽ സ്ഥിതി ചെയ്യുന്നത്. 140 വർഷത്തിലധികം പഴക്കം വരുന്ന ഒരു മില്ലാണിത്. ഇപ്പോഴും പ്രവർത്തനത്തിലുള്ള ലോകത്തിലെ ഏറ്റവും പഴയ സോമില് കൂടിയാണിത്. നമ്മൾ ചെന്ന പാടെ ഏതായാലും ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ. ഒരാൾക്ക് 20 രൂപയാണ് കേട്ടോ വരുന്നത്. ഇത് തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 to 4:30 വരെയാണ് കേട്ടോ ഇവിടുത്തെ പ്രവർത്തന സമയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു മില്ലിനെ ടൂറിസ്റ്റ് ഹെറിറ്റേജ് സ്പോട്ടായിട്ടും കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആൻഡമാനിലെ ഒരു ചരിത്ര സ്മാരകമായിട്ട് നിലകൊള്ളുന്ന ലോകത്തിലെ ഏറ്റവും തന്നെ പഴക്കം ചെന്ന ഏറ്റവും വലിയ മരപ്പണി ഫാക്ടറിയാണ് ചാത്തം സോമിൽ എന്ന് പറയുന്നത്. 1883 ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്ഥാപിതമായ ഈ മില്ല് ഇന്നും പ്രവർത്തനത്തിലുണ്ട്. ഒരു കാലത്ത് ആൻഡമാനിലെ സമ്പദ് വ്യവസ്ഥയുടെ ഹൃദയം എന്നാണ് ഇതിനെ വിളിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ആദ്യം തന്നെ ഫോറസ്റ്റ് മ്യൂസിയത്തിലേക്കാണ് കേട്ടോ കയറുന്നത്. അതിനകത്തേക്ക് ചെന്ന് കയറിയപ്പം ഒരു മായാലോകത്ത് ചെന്ന് കയറിയ പോലത്തെ ഒരു പ്രതീതിയാണ് ഉണ്ടായത്. അവിടുത്തെ ആൻഡമാനിലെ ചരിത്രങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ചിത്രത്തിലും അല്ലാത്ത രീതിയിലൊക്കെ ആക്കിക്കൊണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ മരങ്ങളൊക്കെ തടികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ധാരാളം വസ്തുക്കൾ പല വെറൈറ്റി മോഡലുകളും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അപ്പോൾ ആൻഡമാനിലെ ചരിത്രം മുഴുവനായിട്ട് നമുക്കിതിൻ്റെ ബോർഡിൽ ചിത്രങ്ങളിലായിട്ട് കാണാൻ സാധിക്കും. ഇതിനകത്ത് പ്രധാനമായിട്ടും ആൻഡമാനിലെ വനസമ്പത്തിനെ കുറിച്ചിട്ടും പിന്നെ വിവിധ തരത്തിലുള്ള മരങ്ങളെക്കുറിച്ചും കടൽ ചിപ്പികളെക്കുറിച്ചിട്ടും ആൻഡമാനിലെ ദ്വീപുകളുടെ ചരിത്രം തുടങ്ങിയവയൊക്കെയാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ചാത്തം സോമിലിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ 19ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്ത് ആൻഡമാനിലെ കാടുകളിൽ നിന്നും ഉയർന്ന നിലവാരത്തിലുള്ള മരങ്ങൾ ലോകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ലോക മഹായുദ്ധകാലത്ത് ജപ്പാനീസ് ആക്രമണത്തിൽ ബോംബാക്രമണം ഉണ്ടായതോടെ മില്ല് തകർന്നു പോയെങ്കിലും പിന്നീട് നവീകരിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷവും ആൻഡമാൻ നിക്കോബാർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിന് മേൽനോട്ടം ഏറ്റെടുത്ത് നടത്തുന്നത്. ഇവിടെ പ്രധാനമായിട്ടും വിവിധ തരത്തിലുള്ള ഹാർഡ്വുഡ് മരങ്ങളാണ് പ്രോസസ്സ് ചെയ്യപ്പെടുന്നത്. പിന്നെ ആൻഡമാനിലെ പദൌക്ക്, ഗുർജാൻ, തേക്ക് തുടങ്ങിയ വിലപ്പെട്ട മരങ്ങളും ഇവിടെ വെട്ടി ഉണക്കി പ്രോസസ്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരു കാലത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സോമിൽ എന്ന സ്ഥാനവും ഈ ഒരു മില്ല് കൈവശം വെച്ചിരുന്നു. ആൻഡമാനിൽ നമുക്ക് ധാരാളമായിട്ട് ജപ്പാനീസ് നിർമ്മിച്ചിട്ടുള്ള ബങ്കറുകൾ കാണാൻ സാധിക്കും. അതിലൊന്ന് നമ്മുടെ ഈ ചാത്തം സോമിലിനുള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. 2ാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനീസ് സൈന്യം ആൻഡമാനിൽ അധീനത സ്ഥാപിച്ചപ്പോഴാണ് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ കോട്ടകളായിട്ടുള്ള ബങ്കറുകൾ പണിത് വെച്ചിട്ടുണ്ടായിരുന്നത്. ചാത്തം സോമിൽ പ്രദേശം പ്രധാനമായ സൈനിക കേന്ദ്രം ആയിരുന്നതുകൊണ്ട് തന്നെ മില്ലിൽ നിന്ന് ലഭിക്കുന്ന മരപ്പണി യുദ്ധത്തിന് നിർമ്മാണത്തിനൊക്കെ ആവശ്യമായിരുന്നു. ചുറ്റുപാടുകളിലൂടെ കപ്പലുകൾ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ പ്രതിരോധത്തിനും ഇവിടെ സുരക്ഷിത കേന്ദ്രമായിട്ട് മാറി. ഈ ബങ്കറുകൾ അന്ന് ഉപയോഗിച്ചിരുന്നത് കടൽ വഴിയുള്ള ആക്രമണങ്ങളൊക്കെ തടയാൻ വേണ്ടി ആയുധങ്ങളൊക്കെ ഇതിനുള്ളിൽ സ്ഥാപിച്ചിരുന്നതായിട്ടാണ് രേഖകൾ പറയുന്നത്. പിന്നെ മെഷീൻ ഗൺസ് വെക്കാനുള്ള ചെറിയ ഹോൾസുകൾ നമുക്ക് അതിനകത്ത് ഇപ്പോഴും കാണാൻ സാധിക്കും. ജപ്പാനീസ് സൈന്യം ഇവിടെ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്തിരുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ ബങ്കർ കട്ടിയുള്ള ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ മാത്രമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അകത്തേക്ക് ഒറ്റ ഒരു ചെറിയ പ്രവേശന കവാടം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ അന്നത്തെ ഒരു ഹിസ്റ്റോറിക് ഫീലും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അനുഭവിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്.
ഇനി അടുത്തായിട്ട് നമ്മൾ ഇവിടുന്ന് കാണാൻ പോകുന്നത് ഇവിടെയുള്ള ഒരു ബോംബ് പിറ്റാണ് കേട്ടോ. 1943 അലൈഡ് ഫോഴ്സസ്, അതായത് ബ്രിട്ടീഷ് അമേരിക്കൻ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ ജപ്പാനീസ് നിയന്ത്രണത്തിലുള്ള ചാത്തൻ സോമല് ലക്ഷ്യമായിട്ട് ധാരാളം ബോംബുകൾ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വീണ ബോംബിൻ്റെ പൊട്ടിത്തെറിയിൽ രൂപപ്പെട്ട കുഴിയാണ് ഇന്ന് ബോംബ് പിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്നും ഈ കുഴി അന്നത്തെ യുദ്ധത്തിന് ജീവിച്ചിരിക്കുന്ന ഒരു തെളിവായിട്ടാണ് ഇവിടെ നിലകൊള്ളുന്നത്. അങ്ങനെ നമ്മൾ മില്ലിൻ്റെ ചരിത്രവും കാര്യങ്ങളും കാഴ്ചകളും എല്ലാം കണ്ട് മനസ്സിലാക്കി ഉച്ചയായപ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. നമുക്കിനി നേരെ എയർപോർട്ടിലേക്കാണ് പോകേണ്ടത്. ഉച്ചയ്ക്കാണ് കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത്. ഫ്ലൈറ്റിൽ കയറി കുറച്ച് സമയമായപ്പോഴേക്കും നമുക്ക് ഏതായാലും ഫുഡ് വന്നിട്ടുണ്ട്. നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് ഫ്ലൈറ്റിൽ നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ ജംഗിളി സാൻഡ്വിച്ചും പിന്നെ ജ്യൂസും ആയിരുന്നു കേട്ടോ. വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മളങ്ങനെ പോർട്ട് ബ്ലെയറിൽ നിന്നും ചെന്നൈയിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ 7 ദിവസത്തെ ആൻഡമാനിലെ ഓർമ്മകളും കുറേ ക്ഷീണവും ഒക്കെ പേറിക്കൊണ്ടാണ് നമ്മൾ തിരിച്ച് ചെന്നൈയിലെത്തിയിരിക്കുന്നത്. ഇനി വീട്ടിൽ ചെന്ന് എങ്ങനെയെങ്കിലും ചോറും കറിയൊക്കെ വെച്ച് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണുള്ളത്. വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മളെ കൂട്ടാൻ കാർ വന്നിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ പോലെ തന്നെ അമ്മയ്ക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ ശേഷം നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അങ്ങനെ നമ്മൾ രാത്രിയിൽ ഊത്തപ്പവും ചട്നിയും സാമ്പാറൊക്കെ കൂട്ടി ഭക്ഷണമൊക്കെ കഴിച്ചു. പോരാറായപ്പം അവിടെയുള്ള സ്വീറ്റ്സിൽ എല്ലാ ഐറ്റംസിലും ഓരോന്ന് പോന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ ഏതായാലും അത് വാങ്ങാൻ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് ഇപ്പോഴത്തെ ബസ് സ്റ്റാൻഡിലേക്കാണ് കേട്ടോ. അച്ഛൻ ഇന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ അച്ഛനെ ബസ് കയറ്റി വിടാനായിട്ട് നമ്മളങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ കേട്ടോ. ഈ ഒരു ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്ര കണ്ടപ്പോഴാണ് ശരിക്കും ഒരു എയർപോർട്ടിനകത്തേക്ക് കയറി പോകുന്ന പോലത്തെ ഒരു ഫീലാണ് കേട്ടോ. ഒരു എയർപോർട്ടിൻ്റെയൊക്കെ ലുക്കുള്ള ഈ ഒരു ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ചെന്നൈയിലുള്ള കീളംപാക്കത്തെ കലൈനഗർ സെൻറ്റനറി ബസ് ടെർമിനസ് KCBT ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മായ ലോകമായിട്ടാണ് ഇവിടെ തോന്നുന്നത്.
2023 കേട്ടോ ഇത് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഉദ്ഘാടനമൊക്കെ ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 88.52 ഏക്കർ പ്രദേശത്താണ് ഈ ഒരു ബസ് സ്റ്റാൻഡ് ഇവിടെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നത്. ഇവിടെ ഇല്ലാത്ത സൗകര്യങ്ങളും കാര്യങ്ങളും ഇല്ല, അത്രയ്ക്കും ക്ലീനാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ഭംഗി പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എസ്കലേറ്റർ അടക്കം എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ അച്ഛനെ ബസ് കയറ്റിയിട്ടിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 7 ദിവസം നീണ്ടു നിന്നിട്ടുള്ള ആൻഡമാൻ ട്രിപ്പിൻ്റെ മുഴുവൻ വിശേഷങ്ങൾ ഓരോ വീഡിയോസായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇനിയും ധാരാളം യാത്രകളുടെ വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.